ഇവിടെ ഒരു ബോട്ട് മറിഞ്ഞിട്ട് ആളുടെ ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ഗോൾഡൻ ഫിൻ ട്രവയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഫിൻ നോക്കുവാണെങ്കിൽ നല്ല ഗോൾഡൻ ആണ് കേട്ടോ. ഇതെന്നാ മീനാ പറയാോ? പോയിട്ടാ Fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change, in my mind, pick a lane, commit and climb, the only way to win it life, I never miss, that's fact, taking big swings, bitch, hand me the bat, put me in the ring, you'll go out in a bag, cause I sing what I mean and I bring it to the mat. ഇപ്പോൾ സമയം രാവിലെ 8 മണിയായിട്ടുണ്ട്. നമ്മളെല്ലാ സാധനവും പാക്ക് ചെയ്തു നേരെ ഹാർബറിലേക്ക് പോവാണ്. ഈ ഒരു വഴി എനിക്ക് തോന്നുന്നത് ഒരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹാർബറിലെത്തും. ഹാർബറിൽ നമുക്കുള്ള ബോട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ട്. മച്ചിലി, താങ്ക് യു. ആളവിടെ ഇരുന്ന് മച്ചിലി എന്ന് പറഞ്ഞ് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന വഴിയുടെ ഏറ്റവും എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഹാർബർ. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ഹാർബറിന്റെ എല്ലാ ലക്ഷണവും ഉണ്ട് കേട്ടോ. സൈഡിലൊക്കെ ബോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോട്ടിന് പണി നടക്കുന്നുണ്ട്. ആളുടെ ബോട്ട് എവിടെയാണ് ഡോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് വണ്ടി ഓക്കെ കയറ്റി ഈ സൈഡിലേക്ക് പാർക്ക് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ കേട്ടോ. നമ്മളെ കൊണ്ടുവന്ന ഗൈഡിനെ ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പോൾ ഞാൻ മുരേശ്വർ. അപ്പോൾ ആളാണ് നമ്മളെ കൊണ്ടുവന്നത്. നമ്മുടെ ഉണ്ടല്ലോ റൈറ്റ് സൈഡിലാണ് കടൽ. നമ്മളിപ്പോൾ പൊഴിമുഖത്താണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി കടലിലേക്ക് പോകുന്നത്. ആളുടെ ബോട്ട് ഇവിടെ ഡോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 2 ബോട്ട് പോയെന്ന് ഓൾറെഡി. നമ്മൾ പൊഴിമുഖത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ കൽക്കെട്ടുകൾ കാണുന്നുണ്ട് കേട്ടോ. അതായത് വലിയ മലകൾ ഈ പറഞ്ഞ പോലെ കടലിനകത്താണ്. അപ്പോൾ അതിന്റെ ആ ഒരു റീഫിലാണ് മീൻ കൂടുതൽ കാണാനായിട്ട് ചാൻസ് ഉള്ളതെന്ന് അവർ പറഞ്ഞു. അതുപോലെ തന്നെ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, പിടിക്കുന്ന മീനിനെ ഒന്നിനെയും തിരിച്ചു വിടാൻ വേണ്ടി പറ്റത്തില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഇവിടെയുള്ള ആളുകളുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് മീൻപിടുത്തമാണ്. അപ്പോൾ ഇവരുടെ വിശ്വാസം അനുസരിച്ച് പിടിച്ച മീനുകളെ തിരിച്ച് കടലിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ക്യാച്ച് കുറയും എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ചേട്ടന്മാർ നമ്മുടെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിടിക്കുന്ന മീനിനെ എല്ലാം ഇവർക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ചേട്ടനാണെങ്കിലും നിങ്ങൾ ആ കടലിൽ കാണുന്ന ഒരു തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ആളാണെങ്കിൽ നമ്മളിപ്പോൾ വന്ന സ്ഥലത്ത് ബോട്ടിനെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് പ്രാർത്ഥിച്ച് ഒരു തേങ്ങ എടുത്ത് കടലിലേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇവർ ഫുള്ളൊരു വിശ്വാസമാണ് കേട്ടോ. അതായത് മീൻപിടുത്തം പിടിക്കാൻ പോകുന്നത് അവരുടെ യാത്രയിൽ സേഫ് ആയിട്ട് തിരിച്ചു വരണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. നല്ല തിരയൊക്കെ വരുവാണെങ്കിൽ ബോട്ട് മറിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഒരു ബോട്ട് മറിഞ്ഞിട്ട് ആളുടെ ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ പ്രാർത്ഥിച്ചാണ് ഇവർ ഈ പറഞ്ഞ പോലെ തേങ്ങ ഇട്ടത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇത്ര ഡേഞ്ചറസ് ആയിട്ടാണ് പോകുന്നതെന്നല്ല. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഭയങ്കര മഴയായിരുന്നു, അതുപോലെ വലിയ തിരയായിരുന്നു. അപ്പൊ നമ്മൾ മഴയില്ല, നല്ല ക്ലൈമറ്റ് നോക്കിയാണ് പോകുന്നത്. ബസ് അടിച്ചു ടോണിച്ചാണ്ട് മീൻ അടിച്ചിട്ടുണ്ട്. GT ആണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി. ഓ, ട്രിഗർ ഫിഷ് ആണ് കേട്ടോ. ഓ, അടിപൊളി. ജോണിച്ചേട്ടൻ മീൻ അടിച്ചിട്ടുണ്ട്. ബരാക്കുടേ അടിപൊളി. അപ്പൊ ഞാൻ ട്രൈ ചെയ്യുവാണ് കേട്ടോ. ബരാക്കുടയാണെന്നാ പറഞ്ഞേ. അപ്പം നമ്മുടെ ആദ്യത്തെ സ്ട്രൈക്കാണ് ഇന്നത്തെ കേട്ടോ. ഇതിനു മുമ്പ് കിട്ടിയതൊക്കെ കുഞ്ഞു മീനായിരുന്നു. അടിപൊളി. ഇതുണ്ടോ, ഇപ്പം ഞാൻ ഗ്ലൗസ് ഇട്ടില്ലായിരുന്നെങ്കിലുണ്ടല്ലോ
ഈ ചാട്ടത്തിന് ഈ സാധനം എൻ്റെ കയ്യെ കയറി. ഇതാണ് നമ്മൾ ബരാക്കുട എന്ന് പറയുന്ന മീൻ. നല്ല പല്ലൊക്കെയാണ് വായുന്നുണ്ടോ, നല്ല ഹൈലി പ്രെഡേറ്റർ ആയിട്ടുള്ളൊരു മീനാണ്. അപ്പോൾ നന്നായിട്ട് മീൻ കിട്ടുന്ന സമയം അപ്പോൾ നമ്മൾ വീണ്ടും ട്രോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അടിച്ചടിച്ച് വീണ്ടും അടിച്ചു. ടോണിച്ചാറിന് അടിച്ച് അടിപൊളി. മീൻ മേളിലാണ് കേട്ടോ, വെള്ളത്തിന് മേളിലാണ്. എനിക്ക് അടിച്ച് വിട്ടോ. മീൻ മേളിൽ കൂടി വരുന്നത് കേട്ടോ. പെർഫെക്റ്റ്, അടിപൊളി കേട്ടോ. അപ്പോൾ ആളാണെങ്കിലുണ്ടല്ലോ അതിന് ഹുക്കിൽ നിന്ന് എടുക്കുവാണ്. അടിപൊളി. നമുക്ക് നേരത്തെ കിട്ടിയതിൻ്റെ ഡബിൾ സൈസ് കേട്ടോ. ഒരു 4 കിലോ 5 കിലോ എങ്കിലും കാണും കേട്ടോ, ഏറ്റവും കുറേ അല്ലേ. മീനിൻ്റെ പയ്യെ കയറ്റുന്നുള്ളൂ, എന്നെ അടിച്ചാൽ തരത്തില്ല, ജസ്റ്റ് ഒന്ന് പോട്ടെ മീൻ. അടിപൊളി. നമ്മൾ ഇതുവരെ മേളിൽ കണ്ടില്ല. ചെറിയ മീനാണ്, വലുതായിട്ട് ഓടുന്നൊന്നുമില്ല. കിങ്ങും ഉണ്ട് കേട്ടോ, നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാ മീനാന്നേ. മീൻ ഇതുവരെ മേളിൽ നമ്മൾ കണ്ടിട്ടില്ല. അടിപൊളി. നമ്മളിപ്പോ പിടിച്ചതിനേക്കാളും വലുതാണ് കേട്ടോ. അടിപൊളി. ഞാൻ ശരിക്കും പറഞ്ഞാല് ചെറുതാണെന്ന് വിചാരിച്ചത്. കാര്യം എന്റെ റീലിൽ വലിയ കാര്യമായിട്ട് കറക്റ്റ് ഹുക്കായിരുന്നു കേട്ടോ. മീൻ പൊങ്ങിയില്ല. भैया कितना किलो भैया? 5 കിലോ 5 കിലോ എങ്കിലും ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് 1.25 മീറ്ററെങ്കിലും നീളം ഉണ്ടായിരിക്കും. അടിപൊളി കേട്ടോ. എൻ്റെ ആദ്യത്തെ ബരാക്കുടയാണ്. അച്ഛാ താങ്ക് യു ഭയ്യ. അടിപൊളി. അയ്യോ വിട്ടോ, എനിക്കൊന്ന് ഹുക്കൊന്ന് ഊരിപ്പോയതായിരിക്കും. വലിയ മീനായിരുന്നു കേട്ടോ. ടോണിച്ചാണ്ട് മീൻ അടിച്ചിട്ട് വിട്ടുപോയി. നമ്മൾ ഈ കാണുന്ന ചെറിയ പരാക്കുടയൊക്കെ ഉണ്ട്, അവന്മാരൊക്കെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവർ ഈ പറഞ്ഞതുപോലെ ഹുക്കപ്പ് ആവത്തില്ല. മീൻ അടിച്ചിട്ടുണ്ട്. മീനെല്ലാം താഴെയാണ്, മീൻ ഇതുവരെ പൊങ്ങിയിട്ടില്ല. സെയിം പരാക്കുടയാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ എന്നത്തെ എൻ്റെ രണ്ടാമത്തെ മീനാണ്. സൈസ് മീനാണെന്ന് തോന്നുന്നു കേട്ടോ. വലുതാ. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് മുമ്പ് അടിച്ചതിനേക്കാളും ഒരു ഇച്ചിരിയുടെ വലുതായിരിക്കും. പക്ഷേ മീൻ മേളിലാണ്. നമുക്ക് നോക്കാം കേട്ടോ. ബരാക്കുട തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ കിങ് ഫിഷൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് നമ്മുടെ ചാനൽ ഇതുവരെ നമ്മൾ ഇടാത്തതാണ് കേട്ടോ ബരാക്കുട ഫിഷിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഷിങ് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് കണ്ടല്ലോ. ഞാൻ മീനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ. അടിപൊളി. നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധനമാണ് കേട്ടോ. വലുതാട്ടോ. അതായത് ഏകദേശം ഒരു 1 മീറ്റർ അടുപ്പിച്ച് നീളമുണ്ട്. എന്നത്തെ എൻ്റെ മൂന്നാമത്തെ മീൻ കേട്ടോ. ആളുണ്ടല്ലോ മീൻ്റെ ഹുക്ക് എടുക്കുന്നത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ആ ഹുക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അതിൻ്റെ വായിലെ പല്ലൊക്കെ കറക്റ്റായിട്ട് കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ജിഗ് ചെയ്ത് നോക്കുവാണ് കേട്ടോ. നല്ല താഴ്ച. ഞാൻ എൻ്റെ ഈ റോഡ് ഇനാഗ്രേറ്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഇതുവരെ മീൻ പിടിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഫിഷേ നമുക്കുണ്ടല്ലോ ജിഗിങ്ങിൽ മീൻ അടിച്ചിട്ടുണ്ട്. അപ്പം അടിപൊളി. നമ്മുടെ അപ്പുറത്തെ ബോട്ടയിൽ കിങ് ഫിഷ് കിട്ടിയിട്ടുണ്ട് അവർക്ക്. അടിപൊളി. എന്തോ ചെറിയ മീനാണ് കേട്ടോ, സ്നാപ്പർ പോലത്തെ എന്തോ മീനാണ്. നമുക്ക് നോക്കാം. അല്ല, വറ്റയാന്ന് തോന്നുന്നു കേട്ടോ, ചെറിയ വറ്റയാണ്. അപ്പോൾ എൻ്റെ ജിഗിങ് റോഡും ഞാൻ ആദ്യമായിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. എടുത്ത് ലാൻഡ് ചെയ്യാം. ഇതാണ് ഗോൾഡൻ ഫിൻ ട്രവൈൽ. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫിൻ നോക്കുവാണെങ്കിൽ നല്ല ഗോൾഡൻ ആണ് കേട്ടോ. ടോണിച്ചേട്ടൻ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. കറക്റ്റ് അതിൻ്റെ പുറകെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ സമയത്ത് റിട്രൈവ് ചെയ്യണം, കാര്യം അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈൻ കയറി ചുറ്റും. എങ്ങനെയുണ്ട് മീൻ? എങ്ങനെയുണ്ട്? വലുതാണോ? ഇപ്പം അടിക്കുന്നതെല്ലാം വലിയ മീനാണ് കേട്ടോ. കയറുവാണെങ്കിൽ വലിയ മീനായിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ. വലുതാ കേട്ടോ. അടിപൊളി. ഓ മൈ ഗോഡ് ഗൈസ്, എൻ്റെ ഫോൺ ഉച്ച കഴിഞ്ഞിട്ട് ടോണിച്ചേട്ടൻ്റെ ദിവസമാണ് കേട്ടോ. ഫുള്ള് ടോണിച്ചേട്ടൻ്റെ സ്ട്രൈക്ക് ഉണ്ട്. മീൻ അടുത്ത് വന്നാലും എന്നാ മീനാന്ന് പറയാൻ പറ്റില്ല. മീൻ മേളിൽ കൂടെയാണ് വരുന്നത് കേട്ടോ. വരാക്കൂടെ ആയിരിക്കണം. സൈസ് കണ്ടു ടോണിച്ചേട്ടാ? നമ്മൾ ഇതുവരെ മീനെ കണ്ടിട്ടില്ല കേട്ടോ. മീൻ ഇവിടെ തൊട്ടടുത്തുണ്ട്. ഇച്ചിരി വലുതാന്ന് തോന്നുന്നു. അടിപൊളി. കറക്റ്റ് ഹുക്കായിരുന്നു കേട്ടോ. ഒരെണ്ണം വായിലും ഒരെണ്ണം ചിറകിൻ്റെ അവിടെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ സമയമുണ്ടല്ലോ 1:45 കഴിഞ്ഞ് 2 മണിയാകുവാണ്.
അപ്പോൾ നമ്മൾ പയ്യെ ഇനി തിരിച്ച് ജെട്ടിയിലേക്ക് പോവാണ്. അത്രയും നേരം നമ്മൾ ട്രോൾ ചെയ്യും. അപ്പോൾ ജെട്ടി ചെന്നിട്ട് പിടിച്ച മീനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നല്ല വെയിലും എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. കയറ ഇത് നമ്മുടെ ഫിഷിങ് കഴിഞ്ഞു. നമ്മൾ തിരിച്ചുണ്ടല്ലോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ചെയ്തിട്ടുണ്ടോ 3 മണിയായി. ആരും ഒന്നും കഴിച്ചിട്ടില്ല, നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇത്ര വെള്ളം നമ്മൾ പിടിച്ച് നീ ഉണ്ടോ? ആഹാ അടിപൊളി. അങ്ങനെ ഏകദേശം ഉള്ളൂ 25 മണിക്കൂറോട് നമ്മൾ എങ്ങും നിർത്തിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാനും പെട്രോൾ അടിക്കാനും മാത്രം നിർത്തിയുള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ തന്നെ അറിയാം മീൻ കിട്ടിയിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തോണ്ട് വരത്തില്ല. മീൻ കിട്ടിയോ ഇല്ല അത് പറയാം. മീൻ കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാ മീനായിരിക്കും? തടിമാടൻ കിട്ടിക്കാണും. എന്നാലും ഒരു ഐഡിയ. ടൂണ കിട്ടിക്കാണും. ട്യൂണയോ? കിട്ടിയോ? അതിനേക്കാളൊക്കെ വലുത് കിട്ടി. ഉറപ്പാണോ? ഗസ് ചെയ്യുന്നോ? കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഐസ് ബോക്സ് വന്നു വിട്ട എന്തിനാ? മീനിന്റെ അവസ്ഥ എന്തായിരിക്കും ഒരു പിടിയില്ല കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അല്ലേ നമ്മൾ ഇത്രയും മീനെ കൊണ്ടുവരുന്ന ആദ്യമായിട്ടാണ്. ഇത്രയും ദൂരം ഏകദേശം 1200 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അത്രയും ദൂരം നമ്മൾ മീനായിട്ട് വന്നെങ്കിൽ മീൻ വല്ല കുഴപ്പമുണ്ടോ നമുക്ക് നോക്കണം കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ശക്തമായി ഇവനെ ഇങ്ങോട്ട് നമ്മള് തട്ടാൻ പോവാണ് കേട്ടോ. കേട്ടിട്ടോടെ ഇടണോ? അപ്പൊ അത് മാറണോ? കുഴപ്പമില്ല. ഇതെന്നാ മീനാ പറയാോ? അല്ല, ചെറിയൊരു സാമ്യം. അല്ല, ചെറിയൊരു സാമ്യമുണ്ട്. മമ്മി നെയ്മീൻ ഒരെണ്ണം പിടിച്ചിട്ട് വിട്ടുപോയി. ഒരു 8-9 കിലോ ഉള്ളേ. ഇനി പപ്പ പറയട്ടെ. അല്ല അല്ല, ഒന്നുമല്ല, ശീലാവ്. ഇതാണ് ശീലാവ്. സംഭവം അറിയോ? നമ്മൾ മാർക്കറ്റ് തട്ടേ കാണുന്ന ശീലാവ് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. അതായത് ഇത്ര ഫ്രഷ് ആയിട്ട് നമ്മൾ അതിനെ കാണുന്നത് വളരെ കുറവാ. ഇതാണ് ശീലാവ്, ഒറിജിനൽ ശീലാവ്. ഇത് കണ്ടോ? ഇതുണ്ടോ? ഇങ്ങനെയാ മീൻ. ഇത് കണ്ടോ? ഇതാണ് മീനിന്റെ ഒറിജിനൽ നീളം. അല്ല, ഇതല്ല, എനിക്ക് നടുവിൽ ഒരു കഷ്ണം മിച്ചമുണ്ടെന്നു. അല്ല, ഒരെണ്ണം മമ്മി ഈ ഒരു നീളം, ഇത്രയൊക്കെയുള്ള നീളം ഒരു മീൻ ഉണ്ടായിരുന്നു. കണ്ടോ? 1.5 മീറ്റർ ഉള്ള മീൻ ഉണ്ടായിരുന്നു. അപ്പം മമ്മിയാണെങ്കിൽ മീൻ നല്ല അടിപൊളിയായിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളൊരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുവാണ്. നാരങ്ങയും ഉപ്പും കൂടി ഇട്ടുമ്പോഴേക്കും മീൻ നല്ല വൃത്തിയാവുമല്ലോ. കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ മമ്മിക്ക് വലിയ മീൻ പിടിച്ചുകൊണ്ട് കൊടുക്കുന്നത് വെട്ടാനായിട്ട് കേട്ടോ. മീൻ നല്ല വെട്ടി അടിപൊളി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പും കൂടി ഇരുന്നിട്ടുണ്ട്. ഇതിന് 2 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴേക്കും ഈ മീനെ എല്ലാം ഉളുമ്പെല്ലാം പോയിട്ട് മീൻ നല്ല വൃത്തിയാകും കേട്ടോ. ഇത് കണ്ടല്ലോ, വെറും 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻ കിടന്ന വെള്ളത്തിന്റെ കളർ കണ്ടോ? ആ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മീനുള്ള ഉളുമ്പ് മൊത്തം പോയതാണ്. അങ്ങനെ മീനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി. ഇനിയിപ്പോൾ മമ്മി ചെയ്യാൻ വേണ്ടി പോകുന്ന ഇത് നന്നായിട്ട് വരയാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ മമ്മിയാണെങ്കിൽ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിനി ഉപയോഗിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മസാലയാണ്. അതിന് നാരങ്ങ, വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി. ആദ്യമേ ഉണ്ടല്ലോ നമ്മൾ ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞെടുക്കുവേ. അതിനുശേഷം നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി എടുത്ത് നമ്മുടെ മിക്സിക്കകത്തേക്ക് ഇടുവാണ്. നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മിക്സിക്കകത്തേക്ക് നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കും. ഇനി അതിലേക്കുണ്ടല്ലോ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇനി ഇതേ നമ്മൾ യൂസ് ചെയ്തത് കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ. ഇനി ചെറിയൊരു കുരുമുളകിന്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ നല്ല കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ അതിലേക്ക് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്.
ആ മസാലയും തുറന്ന് കാണിച്ചാൽ മീ നല്ല മണം വരുന്നുണ്ട്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നല്ല മണം വരുന്നുണ്ട്. ഇനി ഉണ്ടല്ലോ നമ്മളിത് ഈ ഒരു മസാല എടുത്തിട്ട് നമ്മുടെ മീനയിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോവാണ്. 1 മണിക്കൂർ ഇരുന്നിട്ട് വലിയ മീനായതുകൊണ്ട് നമ്മൾ 1 മണിക്കൂർ വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മമ്മി അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇടുന്നത്. ഇതുകൊണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. അപ്പം മമ്മിയാണെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റിനകത്ത് കുറച്ച് സവോളയും പച്ചമുളകും നാരങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനിനെ ആണെങ്കിൽ ദേ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുവാണ്. അത്യാവശ്യം ഇത്ര മീനുണ്ട്, ഇത് കണ്ടോ. ഇത്ര മീനുണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് അത്രയും തന്നെ ആൾക്കാരുണ്ട് കേട്ടോ. ആരൊക്കെയാണുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്ലേറ്റിലുള്ള മീനും കൂടെ മമ്മിയാണെങ്കിൽ നമ്മുടെ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കുവാണ്. ഇവിടുന്ന് തിന്നണ്ട, ബാ എടുത്ത് മമ്മി അതും എടുത്തോ. മമ്മി കുറെ നാളല്ലേ മീൻ വറുത്തിട്ട്. എങ്ങനെയുണ്ടോ മീൻ? എങ്ങനെ ഒരു മണിക്കൂർ അടിപൊളി. കൊറേ നാള് കൂടി അവിടെ മീൻ മറക്കുന്നത് സോഫ്റ്റ് സാധനം, നല്ല അടിപൊളിയാണ്. കറിയാണ് ഇഷ്ടപ്പെട്ടെ. ഞാൻ വറുത്തായോണ്ട് പറയല്ല, നിങ്ങൾ പിടിച്ചതായതുകൊണ്ട് നല്ലതാ. അപ്പൊ നമ്മളുണ്ടല്ലോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ചാനലിൽ പുറകെ വരുന്നത് പറയണ എന്താന്ന്, വിന്റർ ഫിഷിംഗ്. നമ്മുടെ ചാനൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി നമ്മുടെ ചാനലിൽ പുറകെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് വിന്റർ ഫിഷിംഗ് സീരീസ് ആയിരിക്കും. ഞാൻ ഏത് കൺട്രിയിലാണ് പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്തോ. ഞാൻ ഒരു ക്ലൂ തരാം. മീനുണ്ടോ ഇപ്പൊ? അടിപൊളി. ജിനോജിന് എന്തോ അടിച്ചിട്ടുണ്ട്. എന്നാ കുഞ്ഞു ചെമ്പല്ലി അവനെ എടുത്ത് റിലീസ് ചെയ്തോ. ഇത് കണ്ടോ, ബാരാമാജിക്കൽ അടിച്ചേക്കുന്നേ. ഇവനെങ്ങ് റിലീസ് ചെയ്തേക്ക, കുഞ്ഞിനാ കേട്ടോ. അപ്പൊ അധികം ദേഹത്ത് പിടിക്കാതെ അവനെ ഒന്ന് അഴിച്ചിട്ടൊന്ന് റിലീസ് ചെയ്തേനാ വെച്ചാൽ ഒന്ന് കാണിച്ച്. അവനെ അങ്ങ് പയ്യെ ചെറുതായിട്ടൊന്ന് പിടിച്ച്, ഒന്ന് പിടിച്ചിട്ട് അവൻ്റെ ദേഹത്ത് അധികം പിടിക്കണ്ട. എന്നിട്ട് പയ്യെ സോഫ്റ്റ് ആയിട്ട്, ചെറിയ മുറിവ, ഈസി ആയിട്ട് സർവൈവ് ചെയ്യുള്ളൂ. ഒന്ന് കാണിച്ച്. ഓ സുന്ദര മീൻ കേട്ടോ. അവനെ അങ്ങ് റിലീസ് ചെയ്തോ, പയ്യെ അങ്ങ് റിലീസ് ചെയ്തോ. സൂക്ഷിച്ച് നിൽക്കണം, തന്നെ അരുതേ. അപ്പോൾ നമ്മൾ അവനെ റിലീസ് ചെയ്തിട്ടുണ്ട്.